ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇളനീർ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. ഇളനീറിൻ്റെ പൾപ്പ് നമ്മൾ പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇളനീർ പുഡിങ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇളനീറിൻ്റെ പൾപ്പ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് വെള്ളം, പിന്നെ ഇളനീറിൻ്റെ വെള്ളം 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചൈന ഗ്രാസ് 7 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുഡിങ് അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തു വെച്ച ഈ ചൈന ഗ്രാസ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് കുതിർക്കാനായിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇളനീർ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഇളനീർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പഞ്ചസാര മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മളെ പുഡിങ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മധുരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കുമ്പോൾ മധുരം പാകമായിരിക്കും, പക്ഷേ പുഡിങ് തണുത്ത് കഴിയുമ്പോൾ മധുരം കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ പഞ്ചസാര കുറച്ച് അധികം ഇട്ടാലേ നമുക്ക് പുഡിങ് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇളനീർ വെള്ളത്തിൽ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ച ഈ ചൈന ഗ്രാസ് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ കുതിർത്ത് വെച്ച ഈ ചൈന ഗ്രാസ് ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇളനീറിൻ്റെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടായാൽ മതി, തിളപ്പിച്ചെടുക്കരുത്. തിളപ്പിച്ചെടുത്താൽ ആ ഇളനീരിൻ്റെ ആ ടേസ്റ്റും ആ ഒരു തരിപ്പൊക്കെ ഇത് പോകും. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കിത് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളനീറിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പുഡിങ് ഗാർണിഷ് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു ഇളനീറിൻ്റെ പൾപ്പ് നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു 3 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതേ നമ്മുടെ പുഡിങ് ഇവിടെ നല്ലതുപോലെ തണുത്ത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇളനീർ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.